നമസ്കാരം. കൊല്ലും കൊലയും ഭീഷണിയും അക്രമങ്ങളും ഒന്നും CPM-ന് പുത്തരിയല്ല. അവർ പാർട്ടി വളർത്തിക്കൊണ്ടുവന്നത് അങ്ങനെ തന്നെയാണ്. ആൾക്കാരെ അടിച്ചൊതുക്കിയും വെട്ടിയൊതുക്കിയും കൊന്നൊതുക്കിയും ഒക്കെ തന്നെയാണ് CPM ഇന്ന് കാണുന്ന നിലയിലേക്ക് എത്തിയത് എന്നുള്ള കാര്യം CPM-ലെ സഖാക്കൾക്ക് പോലും അറിയാവുന്ന കാര്യമാണ്. വർഗ സമരങ്ങളിലൂടെ തൊഴിലാളി പ്രസ്ഥാനങ്ങളിലൂടെ ഒക്കെയാണ് തങ്ങൾ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിയത് എന്നൊക്കെ പറയാം. എങ്കിലും ഗുണ്ടായിസം തന്നെയാണ്, താന്തോന്നിത്തരവും തോന്നിയാസവും മറ്റുള്ളവരെ ഉപദ്രവിക്കലും തന്നെയാണ് CPM-ന്റെ പ്രധാന അജണ്ട. അവർക്കെതിരെ നിൽക്കുന്നത് ഇനി സ്വന്തം പാർട്ടിക്കാരാണെങ്കിലും ഇടതുപക്ഷ പ്രവർത്തകരാണെങ്കിൽ കൂടി അവരെയൊക്കെ തന്നെ മർദ്ദിക്കുകയും ഭീഷണിപ്പെടുത്തുകയും കൊല്ലുകയും ചെയ്ത പാരമ്പര്യമാണ് CPM എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ഉള്ളത് എന്നുള്ള കാര്യം പരസ്യമായ രഹസ്യം തന്നെയാണ്. ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് വി കുഞ്ഞികൃഷ്ണൻ എന്ന സഖാവ് പയ്യന്നൂരിലെ ധനരാജ് രക്തസാക്ഷി ഫണ്ടുമായി ബന്ധപ്പെട്ട് പയ്യന്നൂർ MLA TI മധുസൂദനൻ നടത്തിയ ലക്ഷങ്ങളുടെ കോടികളുടെ വെട്ടിപ്പ് കണക്കുകൾ സഹിതം പുറത്തുവിട്ടത്. മാത്രമല്ല അദ്ദേഹം നേതാക്കളെ അണികൾ തിരുത്തണം എന്ന് പറഞ്ഞ ഒരു പുസ്തകവും എഴുതി. ഈ പുസ്തകം പ്രകാശിതമാകാതിരിക്കാൻ വേണ്ട സകല പരിപാടികളും കളികളും ഒക്കെ കളിച്ചു. ഹൈക്കോടതി ഇടപെട്ടു, പുസ്തകം പ്രകാശനം ചെയ്തു. പുസ്തകം പ്രകാശിപ്പിച്ചത് ഇടതുപക്ഷ നിരീക്ഷകനും രാഷ്ട്രീയ നിരീക്ഷകനുമായ ജോസഫ് സി മാത്യു ആണ്. ഈ പുസ്തകം ഏറ്റുവാങ്ങിയത് VS അനിൽകുമാർ എന്ന സഖാവാണ്. പ്രേക്ഷകർക്ക് VS അനിൽകുമാറിനെ വലിയ പരിചയമില്ലായിരിക്കാം. VS അനിൽകുമാർ എന്നയാൾ സാമൂഹ്യ നിരീക്ഷകനാണ്, രാഷ്ട്രീയ പ്രവർത്തകനാണ്, ഇടതുപക്ഷ ചിന്താഗതിക്കാരനാണ്, എഴുത്തുകാരനാണ്, പ്രസംഗകനാണ്. ഒപ്പം തന്നെ നമുക്കെല്ലാം പ്രിയപ്പെട്ട MN വിജയൻ മാഷിന്റെ മകൻ കൂടിയാണ്. അതാണ് അദ്ദേഹത്തിന്റെ ഒരു ഹൈലൈറ്റ്. അദ്ദേഹം കണ്ണൂർ ജില്ലയിലെ കണ്ണപുരം എന്ന സ്ഥലത്താണ് താമസിക്കുന്നത്. MN വിജയൻ സാറ് തൃശ്ശൂരിൽ പത്രസമ്മേളനത്തിനിടെ മരിച്ചു വീണ വാർത്ത സൂര്യ TV-യിൽ അത് റിപ്പോർട്ട് ചെയ്തത് ഞാനായിരുന്നു ആ സമയത്ത് ഡ്യൂട്ടിയിലുണ്ടായിരുന്നത്. ഞങ്ങളുടെ അന്നത്തെ അവിടുത്തെ റിപ്പോർട്ടർ ജെയ്സൺ ചേട്ടൻ ഓടിച്ചെന്ന് പിടിക്കുന്നതും ഒക്കെ തന്നെ വിഷ്വലായി തന്നെ അന്ന് സൂര്യ TV സംപ്രേഷണം ചെയ്തിരുന്നു. ആ വാർത്ത അവതരിപ്പിച്ചത് ഞാനാണ്. MN വിജയൻ മാഷിനെ പോലെ പരിണിതപ്രജ്ഞനായ ഒരു എഴുത്തുകാരന്റെ, സാഹിത്യകാരന്റെ, ഇടതുപക്ഷ ചിന്തകന്റെ ഒക്കെ തന്നെ മകനാണ് VS അനിൽകുമാർ. ഇദ്ദേഹത്തിന്റെ കണ്ണപുരത്തെ വീടിന്റെ ഗേറ്റിന് സമീപം കഴിഞ്ഞ ദിവസം CPM പ്രവർത്തകർ ഒരു റീത്ത് കൊണ്ടുവച്ചു. അതായത് തട്ടും കൊല്ലും എന്ന് തന്നെയുള്ള ഭീഷണിയാണ് അവിടെ കണ്ടത്. ഇതുപോലെ കാറിലും വീട്ടിലും ഒക്കെ തന്നെ റീത്ത് വെക്കുക, കിണറ്റിൽ മണ്ണെണ്ണയും വിഷവും മലവും കലക്കുക, വണ്ടികൾ എറിഞ്ഞു പൊട്ടിക്കുക, അതുപോലെ നിരവധി സംഭവ വികാസങ്ങൾ CPM നേതാക്കളും അണികളും ഒക്കെ പലകുറി ചെയ്തിട്ടുണ്ട്. അതിന്റെ ഒരു ഭാഗമായിട്ടാണ് VS അനിൽകുമാറിനെ കൊല്ലും എന്ന് പരോക്ഷ ഭീഷണി മുഴക്കിക്കൊണ്ട് ഈ റീത്ത് കൊണ്ട് അദ്ദേഹത്തിന്റെ ഗേറ്റിൽ വെച്ചത്. കണ്ണപുരം പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടുണ്ട്. ഈ VS അനിൽകുമാർ എന്താണ് തെറ്റ് ചെയ്തത് എന്ന് ചോദിച്ചാൽ വി കുഞ്ഞികൃഷ്ണന്റെ പുസ്തകം ജോസഫ് സി മാത്യുവിൽ നിന്ന് ഏറ്റുവാങ്ങി പാർട്ടി വിരുദ്ധ പ്രവർത്തനം നടത്തി എന്നാണ് പറയുന്നത്. പാർട്ടി തട്ടിച്ചതും വെട്ടിച്ചതും ഒക്കെ പുറത്തു പറഞ്ഞ, കണക്കുകൾ സഹിതം പുറത്തു പറഞ്ഞ, രക്തസാക്ഷി ഫണ്ട് പോലും വെട്ടിച്ച് പുട്ടടിച്ച ഈ ചെറ്റത്തരം കാണിച്ച കാര്യങ്ങൾ കണക്കുകൾ സഹിതം പുറത്തു പറഞ്ഞു. അത് ചൂണ്ടിക്കാട്ടിക്കൊണ്ട്, അതും അതിലപ്പുറവും ചൂണ്ടിക്കാട്ടിക്കൊണ്ട്, CPM-ന്റെ സകലമാന പോക്കൃത്തരങ്ങളും ചൂണ്ടിക്കാട്ടിക്കൊണ്ട് പാർട്ടി ഇങ്ങനെയല്ല പോകേണ്ടത്, ഇടതുപക്ഷ ചിന്താഗതി ഇങ്ങനെയല്ല, കമ്മ്യൂണിസം ഇതല്ല എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് വി കുഞ്ഞികൃഷ്ണൻ ഒരു പുസ്തകം എഴുതി. ആ പുസ്തകം ഏറ്റുവാങ്ങി എന്ന ഒരു തെറ്റേ VS അനിൽകുമാർ ചെയ്തുള്ളൂ. അദ്ദേഹത്തിന്റെ വീടിന് മുന്നിൽ റീത്ത് വെച്ചിരിക്കുന്നു. ഇനിയിപ്പോൾ അദ്ദേഹത്തെ എന്തൊക്കെ തരത്തിൽ ഭീഷണിപ്പെടുത്തും? ജോസഫ് സി മാത്യുവിന്റെ വീടിന് മുന്നിൽ റീത്ത് വെക്കുമോ എന്നറിയില്ല. എന്തായാലും റീത്തുമാൻ ആൾക്കാരെ കൊല്ലാൻ CPM പ്രവർത്തകർ ഇങ്ങനെ കറങ്ങിത്തിരിഞ്ഞ് നടക്കുകയാണ്. ഈ CPM-നാണ് ജനങ്ങൾ വോട്ട് ചെയ്യേണ്ടത്. എന്തായാലും കോടിക്കണക്കിന് രൂപ പത്രങ്ങളിലൊക്കെ തന്നെ മുടക്കിക്കൊണ്ട് കഴിഞ്ഞ ദിവസം ഫറൂഖ് അബ്ദുള്ളയുമായി ചേർന്ന ഒരു ചിത്രം വന്നിരുന്നു. അത് കോടികൾ കൊടുത്ത്, പരസ്യം കൊടുത്ത് പത്രങ്ങളെ കൊണ്ട് പിണറായി വിജയന്റെ മുഖം മാത്രം കാണുക ഇടിയിച്ചതാണ് എന്നൊക്കെയുള്ള ചില വാർത്തകളൊക്കെ കണ്ട്. എന്തൊക്കെയായാലും ശരി, ഇത്തരത്തിൽ റീത്തും വെച്ച് വടിവാളും കൊണ്ടുവച്ച് ആൾക്കാരെ, ബോംബും കയ്യിൽ വെച്ചുകൊണ്ട് ആൾക്കാരെ കൊല്ലാനും ഭീഷണിപ്പെടുത്താനും ഉപദ്രവിക്കാനും CPM ഇങ്ങനെ കച്ചകെട്ടി ഇറങ്ങി നടക്കുകയാണ്. നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും ഇവരെ എന്നുള്ളത് ഒന്ന് ചിന്തിക്കുക. ഇവരെ ഇനിയും വോട്ട് ചെയ്ത് ജയിപ്പിച്ച് അടുത്ത തട്ടിപ്പും വെട്ടിപ്പും ഒക്കെ തന്നെ സർക്കാർ തണലിൽ നടത്തി എല്ലാവിധ തോന്നിയാസങ്ങൾക്കും കൂട്ടപിടിച്ചുകൊണ്ട്, ജനവിരുദ്ധതയ്ക്ക് കൂട്ടപിടിച്ചുകൊണ്ട്, നാടിനെ നശിപ്പിച്ചുകൊണ്ട് ഇവരിങ്ങനെ മുന്നേറിക്കൊണ്ടിരിക്കും. റീത്ത് വെക്കുക, കൊല്ലുക, ഭീഷണിപ്പെടുത്തുക. SFIക്കാർ പ്രിൻസിപ്പലിന്റെ കസേര കത്തിച്ചതും കുഴിമാടം തീർത്തതുമൊന്നും നമ്മൾ മറന്നിട്ടില്ല. CPM-കാർ ഇങ്ങനെ ചെയ്യൂ, ഇങ്ങനെ അവരെ കൊണ്ടുപറ്റൂ. കാരണം ജനവിരുദ്ധതയാണ്, നാടിന് ശാപമാണ്
ഇക്കൂട്ടർ എന്നത് നമുക്കെല്ലാം വ്യക്തമായ കാര്യമാണ്. CPM പ്രവർത്തകർ പോലും മാറി ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു, പാർട്ടിയെ വെറുത്തു തുടങ്ങിയിരിക്കുന്നു എന്ന യാഥാർത്ഥ്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്.